കേരള മുസ്ലിം ജമാഅത്ത് 130 സോണുകളിലും ആദർശ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ് കൂത്തുപറമ്പ് സോൺ ആദർശ സമ്മേളനം അൽഹംദുലില്ലാഹ് പ്രിയപ്പെട്ട ഉമർ സഖാഫി ചടല് വളരെ നല്ല സാരസമ്പൂർണമായ നസ്വീഹത്താണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സർവാദരവുകൾ നിറഞ്ഞ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന സാരഥി അഭിവന്യരായ പറവൂർ മാഷ്, സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ അഹ്ലുസുന്ന വൽ ജമാഅയുടെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ഉമ്മപെങ്ങന്മാരെ, മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ കേരളത്തിൽ 160 കേന്ദ്രങ്ങളിൽ ആദർശ സമ്മേളനങ്ങൾ അഭംഗുരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടനുബന്ധിച്ച് കൂത്തുപറമ്പ് സോൺ ആദർശ സമ്മേളനമാണ് കണ്ണവം എന്ന അനുഗ്രഹീതമായ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വർത്തമാന സാഹചര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ തനിമയെയും പവിത്രമായ ആദർശത്തെയും മനുഷ്യ മനസ്സുകളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ചെറിയൊരു പട്ടണത്തിലാണ്. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകൾ രംഗത്ത് വന്നൊരു സാഹചര്യത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കയ്യിൽ കെട്ടിയ റാഡോ വാച്ചിനേക്കാൾ പവറും പകിട്ടും ഭംഗിയുമുള്ള ഡ്യൂപ്ലിക്കേറ്റ് റാഡോ വാച്ച് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. കയ്യിലുള്ള മൊബൈൽ അതേ പേരിലും രൂപത്തിലും തന്നെ ഡ്യൂപ്ലിക്കേറ്റുകൾ സജീവമായി കൊണ്ടിരിക്കുന്നുണ്ട്. വാഹനങ്ങളും വാഹനത്തിന്റെ പാർട്സും അങ്ങനെ തന്നെയാണ്. ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിൽ ഇന്ന് സർവ്വവ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇത്തരുണത്തിൽ ഒരു ബിസിനസ് നടത്തുന്നവൻ സ്വാഭാവികമായും അവൻ ഡ്യൂപ്ലിക്കേറ്റിനെ തിരിച്ചറിയുവാനുള്ള ഒരു അവബോധം അവനുണ്ടാകും. അതുപോലെ തന്നെ വസ്തുക്കൾ വാങ്ങുന്ന വ്യക്തിക്കും ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചറിയുവാനുള്ള ഒരു അവബോധമുണ്ടാകും. എന്നതുപോലെയാണ് വിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പേരിൽ പല ഡ്യൂപ്ലിക്കേറ്റ് പ്രസ്ഥാനങ്ങളും രംഗത്ത് വരുമ്പോൾ സമൂഹത്തെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തിരിച്ചറിയുവാനുള്ള അടയാളങ്ങളെ പറഞ്ഞുകൊടുക്കൽ അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ആദർശ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, വിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രമായ ആദർശം നമ്മുടെ കരങ്ങളിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആദർശം പഠിക്കുമ്പോൾ പ്രഥമവും പ്രധാനവുമായി നാം മനസ്സിലാക്കേണ്ട ചില വസ്തുതകളിലേക്കാണ് ആദ്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മുടെ കരങ്ങളിലേക്ക് എങ്ങനെയാണ് ഇസ്ലാം എത്തിയത് എന്ന ഒരു ചരിത്രം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കേരളക്കരയിൽ വന്ന് വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നേരിട്ടു നടത്തിയിട്ടില്ല. മറിച്ച് പുണ്യപ്രവാചകൻ അങ്ങ് പരിശുദ്ധ മക്കയിൽ അവിടെ തനുജരന്മാരായ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടി. ആ സ്വഹാബത്തിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരാൾ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ അത് നിങ്ങളുടെ കാരണം കൊണ്ടാണെങ്കിൽ ഈ പ്രപഞ്ചം സർവസ്വവും നേടുന്നതിന് തുല്യമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രചോദനത്തിന്റെ വാക്ക്. ആ വാക്ക് സ്വഹാബത്തിന്റെ മനസ്സിൽ വിപ്ലവം തീർത്തു. സ്വഹാബത്ത് ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് അവർ സഞ്ചരിച്ചു. മക്കയിലും മദീനയിലും മറവിട്ട് കിടക്കുന്നത് വളരെ കുറച്ച് സ്വഹാബത്ത് മാത്രമാണ്. മറ്റുള്ളവരൊക്കെ എവിടെ പോയി? അവർ ലോകത്തിന്റെ നാനാ ദിക്കുകളിലേക്ക് സഞ്ചരിച്ച് വിശുദ്ധ ദീനിന്റെ പ്രബോധനം, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് അവർ യാത്ര പോയി. അങ്ങനെയാണ് ആർത്തിരമ്പുന്ന തിരമാലകൾ മുറിച്ചു കടന്നുകൊണ്ട് സ്വഹാബത്തിനെ വഹിച്ചുകൊണ്ടുള്ള പായക്കപ്പലുകൾ കേരളത്തിന്റെ വിരിമാറിൽ അണഞ്ഞത്. ആ സ്വഹാബത്ത്
വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടത്തുകയുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സ്വഹാബത്തിൽ നിന്നാണ് നാം ദീൻ പഠിക്കേണ്ടത്. കാരണം നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ചിലരൊക്കെ സംശയത്തിൽ പറയാറുണ്ട്, സംശയിച്ചു പറയാറുണ്ട്. ഒരു മുജാഹിദിന്റെ പ്രസംഗം കേട്ടാൽ, അല്ലെങ്കിൽ ഒരു ജമാഅത്തുകാരന്റെ പ്രസംഗം കേട്ടാൽ അവര് പറയുന്നത് ഖുർആനിന്റെ ആയത്തായിരിക്കും, ഹദീസായിരിക്കും. അതേപോലെ തന്നെയാണ് ഒരു ജമാഅത്തുകാരൻ പ്രസംഗിക്കുമ്പോൾ ആയത്തും ഹദീസും ഉദ്ധരിക്കും, തബ്ലീഗുകാരനും ഖുർആനും ഹദീസും ഉദ്ധരിക്കും. മുജാഹിദും അങ്ങനെ തന്നെ. സുന്നി പ്രസംഗിക്കുകയാണെങ്കിലും അഹ്ലുസുന്ന വൽ ജമാഅയുടെ ആദർശ പ്രഭാഷണങ്ങളിൽ സ്വാഭാവികമായിട്ടും അവിടെയും ഇതേ രൂപത്തിലുള്ള ആയത്തും ഹദീസും ഉദ്ധരിക്കും. ഇതെല്ലാം കേൾക്കുന്ന ഒരു സാധാരണക്കാരൻ സ്വാഭാവികമായും ഉന്നയിക്കുന്ന ഒരു സംശയമുണ്ട്. എല്ലാവരും പറയുന്നത് ഖുർആനും തിരുസുന്നത്തുമാണ്, ഹദീസുമാണ്. ഇതെങ്ങനെയാണ് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ കഴിയുക? അവിടെയാണ് നാം നമ്മുടെ പ്രമാണം എങ്ങനെ സ്വീകരിക്കണം എന്ന തത്വത്തെക്കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ആ തിരുവചനങ്ങൾ കേട്ട സ്വഹാബത്ത്, ആ സ്വഹാബത്ത് എങ്ങനെയാണോ ജീവിച്ചു കാണിച്ചു തന്നത്, അവരെങ്ങനെയാണോ പ്രബോധനം നടത്തിയത് എന്ന് മനസ്സിലായാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കകളില്ലാതെ സത്യത്തിന്റെ പാന്താവ് ഏതാണെന്ന് സവിസ്തരം വ്യക്തമാക്കുന്ന രൂപത്തിലുള്ള ജീവിത ശൈലി സ്വഹാബത്തിന്റെ ജീവിതത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ആ സ്വഹാബത്ത് അവർ പരിശുദ്ധരാണ്, സംശുദ്ധരാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്ഹാബി കന്നുജൂം ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബത്ത് അവർ നക്ഷത്ര തുല്യരാണ്. നക്ഷത്രമെന്ന് ഉദാഹരിച്ചു പറയാനുള്ള കാരണം നമുക്കറിയാം, കടൽ യാത്ര നടത്തുന്നവന് ദിശയറിയിച്ചു കൊടുക്കുന്ന നക്ഷത്രങ്ങളുണ്ട് എന്ന രൂപത്തിൽ നന്മയുടെ വഴി കാണിച്ചു തരുന്ന നക്ഷത്ര തുല്യരാണ് സ്വഹാബത്ത്. ഫബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. അവരിൽ നിന്ന് ആരോട് നിങ്ങൾ അനുധാവനം ചെയ്താലും നിങ്ങൾ സന്മാർഗത്തിന്റെ വഴിയിലാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് കാണാം, ഉലൈക അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിനെ പറ്റി പറയുകയാണ്. ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്താണ്. അബർറുഹാ ഖുലൂബൻ, അവർ സംശുദ്ധ ഹൃദയത്തിന്റെ ഉടമകളാണ്. അഅ്മഖുഹാ ഇൽമൻ, പ്രവിശാലമായ വിജ്ഞാനത്തിന്റെ ഉടമകളാണ്. അകല്ലുഹാ തകല്ലുഫൻ യഖ്താറഹുമുൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖിദ്മത്തിന് വേണ്ടി അള്ളാഹു അവരെ തെരഞ്ഞെടുത്തു. ഇത് പറഞ്ഞിട്ട് അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അവരുടെ വിഷയത്തിൽ ഏത് സമീപനമാ സ്വീകരിക്കേണ്ടത്? ഫഅരിഫൂ ലഹും ഫദ്ലഹും, അവരുടെ ശ്രേഷ്ഠത അംഗീകരിച്ചു കൊടുക്കണം. വത്തബഊഹും അലാ ആതാരിഹിം, അവരുടെ പ്രവർത്തനത്തെ അനുധാവനം ചെയ്യണം. ഇതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ കേരളക്കരയിൽ സ്വഹാബത്ത് വന്നു. അവർ കേരളക്കരയിൽ വന്ന് വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തി. അവർ കാസർഗോഡ് മാലിക് ദിനാർ പള്ളിയുണ്ടാക്കി, മാടായിൽ പള്ളിയുണ്ടാക്കി, കൊടുങ്ങല്ലൂരിൽ പള്ളിയുണ്ടാക്കി, കൊയിലാണ്ടിക്കൊല്ലത്ത് പള്ളിയുണ്ടാക്കി. അങ്ങനെ സ്വഹാബത്ത് കേരളത്തിന്റെ നാനാദിക്കുകളിൽ 12ഓളം വരുന്ന പള്ളികൾ അവർ നിർമ്മിച്ചു. ആ പള്ളികൾ കേന്ദ്രമാക്കി വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ സ്വഹാബത്ത് നടത്തി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ സ്വഹാബത്ത് ഇവിടെ കാണിച്ചു തന്ന ജീവിതം, അവരുടെ ഇബാദത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആശങ്കയില്ലാതെ വിശുദ്ധ ദീനിന്റെ യഥാർത്ഥ രൂപം എങ്ങനെയാണ് എന്ന് വങ്കത്തരമില്ലാതെ സംശയമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നാം ഓരോ കാര്യങ്ങൾ ചിന്തിച്ചാൽ ഈ സ്വഹാബത്തിൽ നിന്ന് ദീന് കൈമാറിയിട്ട് കേരളക്കരയിലേക്ക് ആ ദീൻ ഇങ്ങനെ കൈമാറിപ്പോന്നു. തർക്കങ്ങളില്ല, ഭിന്നതകളില്ല, പരസ്പരം പഴിചാരലില്ല, ആരോപണ പ്രത്യാരോപണങ്ങളില്ല, അക്രമങ്ങളില്ല. സ്നേഹത്തോടുകൂടെ കഴിഞ്ഞു വരുന്ന കേരളത്തിലെ മുസ്ലിം സമൂഹം ആ പാരമ്പര്യം 1921 വരെ നിലനിന്നു വന്നു.
1921 സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖകരമായ സാഹചര്യമാണ്. ദുഃഖകരം എന്ന് ഞാൻ പറഞ്ഞത് മലബാർ കലാപത്തിന്റെ പേരിൽ മുസ്ലിം സമൂഹത്തിന്റെ കബന്ധങ്ങൾ കുന്നുകൂടിയ ദുരന്തപൂർണമായ സാഹചര്യത്തിൽ വേദന തിന്നുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലേക്കാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഐക്യസംഘം എന്ന പേരിൽ മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വരുന്നത്. അവരിവിടെ വന്നിട്ട് അവർ ചെയ്തത് എന്താണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പുതിയ ആശയം രംഗത്ത് വന്നപ്പോൾ അവരൊക്കെ ചെയ്തത് കഴിഞ്ഞുപോയ മുസ്ലിമീങ്ങളെയൊക്കെ കാഫറാക്കുന്ന പ്രവർത്തനമാണ്. ഇബ്നു അബ്ദുൽ വഖാബ് വഹാബി പ്രസ്ഥാനവുമായി രംഗത്ത് വന്നു. ആദ്യം ചെയ്തത് മുസ്ലിമീങ്ങളൊക്കെ കാഫിറാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് അതിനെ ശക്തമായി എതിർത്തു. ഏതൊരു പുത്തനാശയക്കാരൻ വന്നാലും അധികവും നമ്മൾ ആലോചിച്ചു നോക്കിയാൽ ബാപ്പമാരവർക്കെതിരായിരിക്കും, ഉസ്താദുമാരവർക്കെതിരായിരിക്കും. അങ്ങനെ ഇബ്നു അബ്ദുൽ വഖാബ് രംഗത്ത് വന്നപ്പോൾ അതാ അവന്റെ പിതാവ് ഇബ്നു അബ്ദുൽ വഖാബിന്റെ പിതാവ് ഇബ്നു അബ്ദുൽ വഖാബിന് വേദനയോടെ ഒരു കത്തെഴുതി. എന്താണ് ആ കത്തിലുള്ളത്? വലാ സബീല ലക ഇലാ തക്ഫീരി സവാദിൽ അഅ്ളമി മിനൽ മുസ്ലിമീൻ. മോനെ, നിന്നെപ്പറ്റി എനിക്കറിയാൻ കഴിഞ്ഞു. നീ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെ നീ കാഫിറാക്കുന്നുണ്ട് എന്നറിയാൻ കഴിഞ്ഞു. എന്നാൽ നീ അത് ചെയ്യുന്നത് വലിയ പാതകമാണ്, വലിയ കുറ്റകരമാണ്. വലാ സബീല ലക, നിനക്കൊരു തെളിവുമില്ല, നിനക്കൊരു മാർഗവുമില്ല. ഇലാ തക്ഫീരി സവാദിൽ അഅ്ളമി മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളിൽ ബഹുഭൂരിപക്ഷത്തെ കാഫറാക്കാൻ നിനക്കൊരു തെളിവുമില്ല. ഈ ബഹുഭൂരിപക്ഷത്തിൽ നിന്ന് നീ ഒറ്റപ്പെട്ടവനാണ്. അതുകൊണ്ട് കുഫറിനെ ചേർക്കൽ ഇലാമൻ ശദ്ദ, ഒറ്റപ്പെട്ടവനിലേക്ക് അഖ്റബു, അതാണ് ഏറ്റവും അടുത്തത്. ലിഅന്നഗുത്തബഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ. കാരണം നീ മുഅ്മിനീങ്ങളല്ലാത്തവരുടെ, മുഅ്മിനീങ്ങളുടെ മാർഗമല്ലാത്ത ഒരു മാർഗത്തെ അനുധാവനം ചെയ്തു എന്ന് ഇബ്നു അബ്ദുൽ വഖാബിന്റെ പിതാവ് വേദനയോടെ മോനൊരു കത്തെഴുതിയത് ചരിത്രത്തിന്റെ താളുകളിൽ കാണാം. ഇവിടെയാണ് നാം ആലോചിക്കേണ്ടത്. പുത്തനാശയത്തിൽ പെട്ടുപോയവർ എന്റെ ശബ്ദം ശ്രവിക്കുന്നുണ്ടാകും. വിനയത്തോടെ ആലോചിക്കേണ്ട ചില വസ്തുതകളിലേക്ക് ഞങ്ങൾ ഈ ആദർശ സമ്മേളനത്തിൽ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ മനസ്സു മറ്റാർക്കും പണയം വെക്കരുത്. ഇത് ആഖിറത്തിന്റെ വിഷയമാണ്, പരലോകത്തിന്റെ വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, കേരളത്തിലും ഇതേ ആവർത്തനമാണുണ്ടായത്. 1921 വരെ ഇവിടെ ജീവിച്ചു വന്ന മഹാന്മാർ കേരളത്തിന്റെ ഒരറ്റം വരെ മറ്റേ അറ്റം വരെ സഞ്ചരിച്ചാൽ മഹത്തുക്കളുടെ മസാറുകൾ കാണാം, മഖ്ബറകൾ കാണാം. അവരാണ് കേരളത്തിൽ ദീന് പ്രചരിപ്പിച്ചത്. സ്വഹാബത്തിന്റെ മഖ്ബറ കേരളത്തിലുണ്ട്. അവരാണ് കേരളത്തിൽ ദീന് പ്രചരിപ്പിച്ചത്. 1921 ശേഷം മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നു. അവര് പറഞ്ഞു, ആദ്യമായിട്ട് അവര് പറഞ്ഞു, മുസ്ലിമീങ്ങളൊക്കെ അവര് കാഫിറാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. കാരണം അവർ അല്ലാഹുവിനല്ലാത്തവർക്ക് ഇബാദത്തെടുക്കുന്നവരാണെന്ന ഒരു പാതകം മുസ്ലിം സമൂഹത്തിന്റെ ശിരസിൽ കെട്ടിവെച്ചു. നാം മനസ്സിലാക്കണം, ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയും ഈ മുജാഹിദ് പ്രസ്ഥാനം അവരൊക്കെ ഒരു പുരോഗമനത്തിന്റെ ആളുകളാണെന്ന് പറയും. ഞാൻ ഓരോ വിഷയത്തിലേക്ക് വരികയാണ്. നമ്മൾ ചികിത്സ നടത്തും, നമ്മൾ മുശ്രിക്കാണ്, നമ്മൾ ഇസ്ലാം എന്ന് പുറത്തു പോയവരാണ് എന്ന ആരോപണം ഉന്നയിക്കാനുള്ള ഒരു കാരണം നമ്മൾ മന്ദിരിക്കുന്നവരാണ്. ഖുർആനോദി മന്ദിരിക്കും, അതുപോലെ തന്നെ ഉറുക്ക് കെട്ടും, അതുപോലെ തന്നെയുള്ള അഭൗതിക ചികിത്സാ രീതികൾ നമ്മൾ ചെയ്യും.
അതിന്റെ പേരിൽ നമ്മെ ഇസ്ലാമിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, നമ്മൾ ചെയ്യുന്ന ആചാരങ്ങളെ കുറിച്ച് ഒന്നാമത് നമുക്കൊരു ബോധം വേണം, നമുക്കൊരു അറിവ് വേണം. ആ അറിവ് നമുക്കുണ്ടാക്കുവാൻ വേണ്ടിയാണ് കേരള മുസ്ലിം ജമാഅത്ത് ആദർശ സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചത്. നാം മനസ്സിലാക്കണം, നാം ചെയ്യുന്ന ചികിത്സാ രീതികളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ വലിയ വിവാദമാണ്. സ്ത്രീകളെ പ്രസവിക്കുവാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാൻ പാടില്ലെന്ന് പറയുന്നവരാ സുന്നികൾ എന്ന് ഇല്ലാത്ത പ്രചരണം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതിനൊക്കെ കൊണ്ടുപോകണം. ഇസ്ലാം 2 ചികിത്സാരീതിയും പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് ഭൗതിക ചികിത്സാരീതി, മറ്റൊന്ന് അഭൗതിക ചികിത്സാരീതി. ഭൗതിക ചികിത്സാരീതി എന്ന് പറഞ്ഞാൽ നമുക്ക് തലവേദന വന്നു, അല്ലെങ്കിൽ നമുക്ക് വയറുവേദന വന്നു, നമ്മളൊരു ഡോക്ടറെ സമീപിക്കും. ആ ഡോക്ടർ ഒരു മരുന്ന് കുറിച്ചു തരും. നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലും, ആ മരുന്ന് മേടിക്കും. 3 നേരം 2 ദിവസം, 3 നേരം 4 ദിവസം കഴിക്കുന്നു, വയറുവേദന മാറുന്നു. ഇതിന് ഭൗതിക ചികിത്സ എന്ന് പറയും. മറ്റൊന്ന് അഭൗതിക ചികിത്സയാണ്. അഭൗതിക ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്കിതിന്റെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് തിരിയൂല. നമുക്കൊരു തലവേദന വന്നു, അല്ലെങ്കിൽ അത് മാറുന്നില്ല, വല്ലാത്തൊരു ക്ഷീണം, പല ചികിത്സയും നടത്തി, ഫലം കിട്ടുന്നില്ല. അപ്പൊ ഒരു സയ്യിദിനെ സമീപിച്ചു. ആ സയ്യിദിനോട് നമ്മൾ ചികിത്സിക്കാൻ വേണ്ടി നമ്മുടെ വിഷമം പറയുമ്പോൾ ആ സയ്യിദ് ഖുർആൻ ഓതിയിട്ട് നമ്മ മന്ദിരിക്കുന്നു. ഇതിനാണ് അഭൗതിക ചികിത്സ എന്ന് പറയുന്നത്. ഇത് രണ്ടും പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളെല്ലാവരും ഉറക്കെ സ്വലാത്തു ചൊല്ലണം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാണ്. അലൈക്കും ബിശ്ശിഫാഇനി അൽ-അസ്ലു വൽ ഖുർആൻ. നിങ്ങൾക്ക് 2 ശിഫ ഞാൻ പഠിപ്പിച്ചു തരുന്നു. ഒന്ന് ഭൗതിക ചികിത്സയാണ്, അത് അസലാണ്, തേനാണ്. അതുപോലെ മറ്റുള്ള മരുന്നുകളും. മറ്റൊന്ന് ഖുർആൻ, ഖുർആനുമാണ്. ഖുർആൻ അഭൗതിക ചികിത്സയാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഖുർആനിനെ പറ്റി പറഞ്ഞു. വനുനസ്സിലു മിനൽ ഖുർആനി, നമ്മൾ ഖുർആൻ അവതരിപ്പിച്ചു. മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ, അത് മുഅ്മിനീങ്ങൾക്ക് രോഗശമനമാണ്, മുഅ്മിനീങ്ങൾക്ക് രോഗശമനമാണ്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, എങ്ങനെയാണ്? ശിഫാഉൻ മിനൽ അംറാദിൽ ലാഹിറത്തി വൽ ബാത്തിന, ലാഹിറായ രോഗങ്ങൾക്ക് ചികിത്സയാണ്, ബാത്വിനിയായ രോഗങ്ങൾക്കും ചികിത്സയാണ്. ആന്തരികമായ രോഗങ്ങൾക്കും ബാഹ്യ ശരീരത്തിന്റെ രോഗത്തിനും ഖുർആൻ മരുന്നാണ്. എങ്ങനെ? ബിത്തഅവ്വുദി വറുഖാ വന്നഹ്വിഹി, അതാ മന്ദിരിക്കൽ കൊണ്ടും കാവൽ തേടൽ കൊണ്ടും അത് മരുന്നാണെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് ആ രോഗം വന്നാൽ നമ്മൾ മന്ദിരിക്കുന്നത്. അതാരാണ് പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ നമുക്കത് പഠിപ്പിച്ചു തന്നു. സ്വഹാബത്ത് അനുധാവനം ചെയ്തു, താബീങ്ങൾ പിന്തുടർന്നു, താബിയുത്താബീങ്ങൾ പിന്തുടർന്നു. അങ്ങനെയാണ് വിശുദ്ധ ദീനിന്റെ കാര്യം നമ്മൾ തുടർന്നു വരുന്നത്. എന്നാൽ മുജാഹിദീങ്ങൾ, പുത്തനാശയക്കാർ, അവരെ പറ്റി ചിലര് തെറ്റിദ്ധരിക്കും, അവർ പുരോഗതിന്റെ ആളുകളാണ് എന്ന് പറയും. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒരു മൗലവിയുടെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. അയാള് പറയാണ്, എന്ത് കാര്യവും ശിർക്കാണ് എന്ന് പറയും. ഷിർക്ക് എന്ന് പറഞ്ഞ അറബി പദത്തിന്റെ അർത്ഥം ബഹുദൈവ ആരാധന എന്നാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വ്യക്തമായി മനസ്സിലാക്കണം. ഷിർക്കിന്റെ നിർവചനം എന്താ? ഇസ്ബാത്തു ശരീകി ഫിൽ ഉലൂഹിയ്യത്തി ബിമഅന വുജൂദിൽ വുജൂദ്. അല്ലാഹുവിന് അസ്തിത്വമുണ്ട്, അതുപോലെ അല്ലാഹുവിനെ പോലെ മറ്റൊരു ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതിനെ ഷിർക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ പുത്തനാശയക്കാർ, മുജാഹിദ് പ്രസ്ഥാനം, സലഫികളിലൂടെ വന്നിട്ട് അവര് ഉണ്ടാക്കിയ വലിയ വിപത്ത് ഈ ഷിർക്ക് എന്ന് പറഞ്ഞ ആരോപണം മുസ്ലിം സമൂഹത്തിന്റെ തലയിൽ അവർ മുസ്ലിം സമൂഹത്തിന്റെ തലയിലിട്ടു. എല്ലാക്കാരും ഷിർക്ക്, മന്ത്രിച്ചാൽ ഷിർക്ക്, ഉറുക്ക് കെട്ടിയാൽ ഷിർക്ക്, ഇസ്തിഗാസ നടത്തിയാൽ ഷിർക്ക്, നേർച്ച ചെയ്താൽ ഷിർക്ക്, അങ്ങനെ പറഞ്ഞു വന്ന് അതിനൊക്കെ ഞങ്ങൾ പ്രതിരോധിച്ചു. ഇപ്പൊ ഒരു പുതിയ ഷിർക്ക് ഒരു മൗലവി പറഞ്ഞത് കേൾക്കാം. ഒരു രോഗി, ഗർഭിണിയായ ഒരു പെണ്ണ് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ ഈ മൗലവി പറയാണ് അത് ഷിർക്കാണ്.
അത് ശിർക്കാണ്. എനിക്ക് ശരിക്കും ശ്രദ്ധിക്കണം, നാം ആലോചിക്കേണ്ട ഒരു കാര്യം, ഈ പ്രസംഗിക്കുന്ന മൗലവി ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്, പ്രസംഗിക്കുന്നത് മുജാഹിദിലെ സ്ത്രീകളോടും കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് രണ്ടു കൂട്ടർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, രണ്ടു കൂട്ടർക്കും ബാധകമായ ഒരു വിഷയമാണ് ഇവിടെ ഞാൻ ഉദ്ധരിക്കുന്നത്. നിങ്ങളൊന്ന് കേട്ടു നോക്കി. മാത്രവുമല്ല, പുതിയൊരു ചോദ്യം ഈ സദസ്സിലോട് എനിക്ക് അടിവരയിട്ട് ചോദിക്കാനുണ്ട്. നമ്മൾ ശിർക്കിനെതിരല്ലേ? അള്ളാഹു അല്ലാത്ത ഒരുത്തന് കീഴ്പ്പെടുകയോ അവൻ പറയുന്നത് അവനും കൂടി കൂടിയെങ്കിലേ അള്ളാന്റെ പണി മുഴുവനാകുമെന്നോ വിചാരിക്കുന്ന ശിർക്കല്ലേ? എങ്കിൽ എൻ്റെ വിചാരം, എൻ്റെ കുഞ്ഞിനെ പൂർണ്ണതയോടുകൂടി സൃഷ്ടിച്ച് എല്ലാ വാക്സിനേഷനും കൊടുത്ത് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു മാത്രം മതി, പോരാ. അള്ളാന്റെ കൂടെ ഡോക്ടർമാരും ഗൈനക്കും കൂടെ കൂടണമെന്നാണ് വിചാരമെങ്കിൽ അത് ശിർക്കാണ്, കൊടിയ ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ, ഒരു ഗർഭിണി ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ അത് ശിർക്കാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഡോക്ടറെ സമീപിക്കാൻ നമ്മെ പഠിപ്പിച്ചത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ ഹിലാൽ ഇബ്നു യസാഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു ദിവസം റസൂലുള്ള ഒരു രോഗിയെ സന്ദർശിക്കാൻ ചെന്നു. ആ രോഗിയെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ റസൂൽ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു, അർസിലൂ ഇല ത്വബീബ്, ഡോക്ടർ അടുക്കലേക്ക് ആളയക്കണം. അത് പറഞ്ഞപ്പോൾ, അർസിലൂ ഇല ത്വബീബ് എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിനൊരത്ഭുതം. സാധാരണ കാണുന്ന പതിവല്ല അത്. സാധാരണ റസൂലുള്ളാഹി ഒരു സ്ഥലത്തെത്തിയാൽ ഖുർആനോദി രോഗിയെ മന്ദിരിക്കും, അതിന് നേരെ എതിര് ഡോക്ടറെ കാണാൻ പറയുന്നു. ഉടനെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് ചോദിച്ചു, അൻത തഖൂലു ദാലിക യാ റസൂലല്ലാഹ്, ഇതങ്ങ് തന്നെയാണോ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഏത് രോഗത്തിനും അല്ലാഹു മരുന്നും ഇറക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ഭൗതിക ചികിത്സ അംഗീകരിക്കുന്നു, ഡോക്ടറെ കാണാൻ മുത്തുനബി പഠിപ്പിക്കുന്നു. പക്ഷേ മുജാഹിദ് പറയാണ്, ഗൈനക്കോളജിസ്റ്റിനെ കണ്ടാൽ അത് ശിർക്കാകുമെന്ന്. തെറ്റിദ്ധരിച്ചു പോയ മുജാഹിദ് ഉണ്ടെങ്കിൽ വിനയത്തോടെ ചോദിക്കട്ടെ, ഇസ്തിഗാസക്കെതിരെ ശിർക്കാരോപണം നടത്തി, നേർച്ചക്കെതിരെയും മുറുക്കിനെതിരെയും നടത്തി, അതിനൊന്നും നിങ്ങൾക്ക് തെളിവ് കിട്ടിയിട്ടില്ല. എന്നാൽ ഈ മൗലവി പറഞ്ഞത് മുജാഹിദിന് ബാധകമാണ്, ജമാഅത്തിന് ബാധകമാണ്. ഇത് എന്ത് തെളിവടിസ്ഥാനത്തിലാണെന്ന് ആലോചിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മന്ദിരിക്കുന്നു, ഖുർആനോദി മന്ദിരിക്കും, നമ്മുടെ ഉസ്താദുമാര് മന്ദിരിക്കും, സഹോദരിമാര് മന്ത്രിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുക്കും. ആരാണിത് പഠിപ്പിച്ചത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന റഹ്തം മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു സംഘം ഒരു യാത്ര പോയി, ഒരു നാട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴാ നാട്ടുകാരൊന്നും അവരെ പരിഗണിച്ചില്ല. അവരെങ്ങനെ വിഷമത്തോടെ ഇരിക്കുകയാണ്. അപ്പോഴതാ അവരുടെ കൂട്ടത്തിൽ ആ നാട്ടുകാരനായൊരു നേതാവിന്റെ ഒരു വിവരവുമായി ഒരു പെണ്ണ് വരുന്നു. ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ഇന്ന സയ്യിദനാ ലുദിഗ, ഞങ്ങളുടെ നേതാവിനെ തേളുകുത്തി. ഫസഅയ്നാ ലഹു ബികുല്ലി ശൈഇൻ, ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ലാ യൻഫഉഹു ശൈഉൻ, ഒന്നും ഉപകരിക്കുന്നില്ല. ഈ പദം നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു ഉസ്താദിനെ കാണുമ്പോൾ നമ്മൾ പറയും എല്ലാം ചെയ്തു, ഒന്നിനും ഫലം കിട്ടണില്ല ഉസ്താദെ, ഞങ്ങളെ കാര്യം ഒന്ന് പരിഹരിച്ചു തരണം എന്ന് പറയൂലേ. എന്നതുപോലെ സ്വഹാബത്തിനോട് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് അവിടെ നിന്ന് പറയുകയാണ്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, ഇന്നി അനറാഖിൻ, ഞാൻ മന്ദിരിച്ചു തരും, ഖുർആനോദി മന്ദിരിക്കും. ഫമാ അന ബിറാഖിൽ ലക്കും, നിങ്ങൾക്ക് മന്ദിരിച്ചു തരൂല. ഹത്താ തജഅലൂ ലനാ ജുഅലാ, ഞങ്ങൾക്കതിന് കൂലി തരണം, വെറുതെ മന്ത്രിക്കൂല. കാരണം ആ നാട്ടിൽ അവര് വന്നപ്പോഴ്
അവര് വിഷമിച്ച സമയത്ത് ഒരു പരിഗണനയും ആ നാട്ടുകാര് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അവർക്ക് വെറുതെ മന്ത്രിച്ചു കൊടുക്കാൻ പാടില്ലെന്ന് തീരുമാനിച്ച് സ്വഹാബത്ത് പറഞ്ഞു. നേരെ ഒരു സ്വഹാബി ചെല്ലുന്നു. ആ സ്വഹാബി നേരെ ചെന്നു ഖുർആൻ ഓതിയിട്ട് മന്ത്രിച്ചു കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഖുർആൻ അങ്ങ് ഓതിയിട്ട് മന്ത്രമങ്ങ് നടത്തിയപ്പോൾ അതാ ആ രോഗം വന്ന് കിടക്കുന്ന നേതാവ് കഅന്നമാ നുശിത മിൻ ഇഖാൽ, കെട്ടിയിട്ട മൃഗത്തിന്റെ കെട്ടഴിക്കുമ്പോൾ എഴുന്നേറ്റ് പോകുന്ന പോലെ സജീവമായി എഴുന്നേറ്റു. അള്ളാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് അവർ വരുന്നത് എങ്ങനെയാണ്? ആ നാട്ടുകാര് കൊടുത്ത കുറെ ആടുമായിട്ടാണ്. മന്ത്രിച്ച് കിട്ടിയ ആടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നൊരു വിഹിതമങ്ങ് സ്വീകരിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂല് വദ്രിബൂലി ബിസഹ്മിൻ, എനിക്കും കൂടി ഒരു വിഹിതം തരണമെന്ന് പറഞ്ഞ് മന്ത്രിച്ചതിന് കിട്ടിയ കൂലിയോടൊരു വിഹിതം മുത്തുനബി മേടിക്കാൻ കാരണം ഖിയാമത്ത് നാൾ വരെ എന്റെ ഉമ്മത്തീങ്ങൾ ഖുർആനോദി മന്ത്രിക്കുമ്പോൾ അവർക്ക് വല്ല ഹദിയവും കിട്ടിയാൽ അത് സ്വീകരിക്കുന്നതിന് വിമുഖത വേണ്ട എന്നൊരാശയം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം മനസ്സിലാക്കണം, സ്വഹാബത്ത് ചെയ്ത പ്രവർത്തനമാണിത്. കണ്ടോ, മറ്റൊരു സംഭവം കൂടി ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഖാരിജത്ത് ഇബ്നു സൽത്ത് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. അന്നഹു അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ അടുക്കൽ വന്നു. ഫലമ്മാ റജഅ, മടങ്ങിപ്പോകുമ്പോൾ മറ അലാ അറാബിയിൻ മജ്നൂനിൻ മൗസൂഖിൻ ഫിൽ ഹദീദ്, മടങ്ങിപ്പോകുമ്പോ ഒരാളെ ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. അയാൾക്ക് ഭ്രാന്ത് വന്ന് ചങ്ങലയിൽ കെട്ടിയിട്ടിട്ടുണ്ട്. ഏർവാടിയിൽ ചെന്നാൽ ചങ്ങലയിൽ കെട്ടിയിട്ട ഭ്രാന്തന്മാരെ കാണാം. ഔലിയാഇന്റെ പവർ കൊണ്ട് അവർക്ക് ശിഫയും ഉണ്ടാവാറുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുപോലെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. ഫഖാല ബഅദുഹും, ചിലര് ചോദിച്ചു, അഇൻദക ശൈഉൻ തുദാവിഹി ബിഹി, ഇവരെ ചികിത്സിക്കാൻ വല്ലതുമുണ്ടോ? ഫഇന്ന സാഹിബകും ഖദ് ജാഅ ബിഖൈരിൻ, നിന്റെ കൂട്ടുകാരൻ വലിയ ഖൈറുമായി വന്നാണല്ലേ. ബഹുമാനപ്പെട്ട ഖാരിജത്ത് ഇബ്നു സൽത്ത് റളിയല്ലാഹു അൻഹു അവിടെ ഉടനെ അതാ പറഞ്ഞു, ഞാൻ മന്ത്രിക്കും ഫറഖൈതുഹു ബി ഉമ്മിൽ ഖുർആൻ, സൂറത്തുൽ ഫാത്തിഹ ഓതിയിട്ട് മന്ത്രിച്ചു. എത്ര ദിവസം? 3 അയ്യാം, 3 ദിവസം. കുല്ല യൗമിൻ മറത്തൈനി, ഓരോ ദിവസവും 2 പ്രാവശ്യം. അങ്ങനെയല്ലേ ഉസ്താദുമാർക്കൽ ചെന്നാൽ ചില സൂറത്ത് എഴുതി തരും. 3 ദിവസം രാവിലെയും വൈകുന്നേരവും മന്ത്രിക്കാൻ പറയും. അങ്ങനെ മന്ത്രിച്ചു. ഫബരി, ആ രോഗം മാറി. ഫഅതൂനി മിഅത ശാത്തിൻ, 100 ആട് എനിക്ക് തന്നു. ഫലമ്മാ ഖദിംതു അതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഫഅഖ്ബർതുഹു, ഞാൻ ആ കാര്യം റസൂലുള്ളാഹിനോട് പറഞ്ഞു. റസൂൽ അതിനെ അംഗീകരിക്കുകയും ചെയ്തു. മുസന്നഫുൻ അബീ ശൈബയുടെ 5-ാം വാള്യം 445-ാമത്തെ പേജിൽ രേഖപ്പെടുത്തി വെക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമ്മൾ മനസ്സിലാക്കണം, ഈ മുജാഹിദ് രംഗത്ത് വന്ന്, ബിദഈകൾ രംഗത്ത് വന്ന് അവര് നമ്മെ ശിർക്കാക്കാൻ വേണ്ടി, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി കാര്യമായി പറഞ്ഞൊരു കാര്യമാണ് ഈ ഒരു കാര്യം. ഈ മന്ത്രിക്കുന്നതിന്റെ പേരിൽ അവർ ഇസ്ലാം എന്ന് പുറത്താക്കി. ഇനി നമ്മൾ മനസ്സിലാക്കണം, ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ അതിലെല്ലാം നമ്മുടെ പ്രമാണം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. മറ്റൊരു കാര്യമാണ്, വെള്ളിയാഴ്ചയിൽ ജുമുഅ നടക്കുമ്പോൾ ഖുതുബ അറബിയിലാണ് നടക്കാറുള്ളത്, ഇല്ലേ? നമ്മുടെ ഈ പരിസരത്തെ പള്ളികളിലൊക്കെ അങ്ങനെ തന്നെയാണ്. കേരളക്കരയിൽ സ്വഹാബത്ത് നിർമ്മിച്ച എല്ലാ പള്ളികളിലും അങ്ങനെ തന്നെയാണ്. സ്വഹാബത്തിന്റെ കാലം മുതൽ പാരമ്പര്യത്തിന്റെ പവിത്രപാതയിലൂടെ വിശ്വസിച്ചു വരുന്ന മുസ്ലിം സമൂഹത്തിന്റെ പള്ളികളിലെല്ലാം ജുമുഅ ഖുതുബ അറബിയിൽ നടക്കുന്നു. അപ്പൊ അവിടെ പുത്തനാശയക്കാര് വന്നു. അവർ പുതിയ ന്യായം പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞ ന്യായം? അവർ പറഞ്ഞ ന്യായം, ഈ ഖുതുബ എന്ന് പറഞ്ഞാൽ അത് പ്രസംഗാണ് എന്ന് പറഞ്ഞു, അല്ലേ? പ്രസംഗമാണ്, പ്രസംഗം തിരിയേണ്ടതാണ്. അത് ഒന്നാമത്തൊരു കബളിപ്പിക്കല. ഖുതുബ എന്ന് പറഞ്ഞ പ്രസംഗം അല്ല. ആണോ? അല്ല. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ പരിപാടിന്റെ പേരെന്താണ്? ഇത് പ്രസംഗാണ്, അല്ലേ?
ഇതിനെനിക്ക് വലിയ ഷർത്തോ ഫറലോ ഉണ്ടോ, എൻ്റെ കയ്യിൽ വാളുണ്ടോ അല്ലെങ്കിൽ തൊയിലസാനുണ്ടോ, അതിന് നിബന്ധനയുണ്ടോ? നിങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ സംവദിക്കുക എന്നൊരു കർമ്മ നടക്കുന്ന അതിന്റെ പ്രസംഗം എന്ന് പറയുന്നത്. ഖുതുബ അങ്ങനെയല്ല, അതിന് ചില നിബന്ധനകളുണ്ട്, ചില ഷർത്തുകളുണ്ട്, ഫർളുകളുണ്ട്. ഭവ്യതയോടുകൂടെ, ഭയഭക്തിയോടുകൂടെ, ഭയഭക്തിയുടെ വേഷമണിഞ്ഞ് ഖത്തീബ് മിമ്പറിലേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ പാരമ്പര്യത്തിന്റെ പവിത്രപാതയായ പാതയിലൂടെ ജീവിക്കുന്നവരുടെ പഴയ പള്ളികൾ, നമ്മുടെ പള്ളികളിൽ ഉസ്താദിന്റെ മുഖത്തേക്ക് ജിജ്ഞാസയോടെ ഇങ്ങനെ നോക്കി നിൽക്കും. കാരണം അതൊരു ഇബാദത്താണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞ് ഖുതുബ ആരംഭിക്കും. അതിന്റെ ഷർത്തും ഫർളൊക്കെ അങ്ങനെ നടക്കും. അതൊരു ഇബാദത്താണ്, അതൊരു ആരാധനയാണ്. ഇസ്ലാമിൽ ആരാധനയുടെ ഭാഷ ഏത് എന്ന് ചോദിച്ചാൽ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പറയും അത് അറബിയാണ്. കാരണം നമ്മൾ ദിക്ർ ചൊല്ലും അറബിയിലാണ്. ഒരാൾ മരിച്ചു എന്നറിഞ്ഞു, വിവരം കേട്ടു, നമ്മൾ എന്ത് പറയും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സുന്നിയും മുജാഹിദും ഒക്കെ അത് തന്നെയാ പറയാറുള്ളത്. സന്തോഷം വരുമ്പോൾ പറയും അൽഹംദുലില്ലാഹ്. അതുപോലെ പല ദിക്റുകളും അങ്ങനെയുണ്ട്, അതൊക്കെ അറബിയിൽ തന്നെയാണ്. എന്താണ് കാരണം? അതുപോലെ ഒരു ദിക്റാണ് ഖുതുബ. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളികളിലേക്ക് വിളിക്കപ്പെട്ടാൽ ഫസ്ഔ, നിങ്ങൾ ഉളരിപ്പോവണം, ഇലാ ദിക്രില്ലാഹി, അല്ലാഹുവിന്റെ ദിക്റിലേക്ക്. ഏതാണ് ഈ ദിക്ർ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നു, അദ്ദിക്റുല്ലദീ യഫ്അലു ബഅദൻ നിദാഇ അൽ ഖുതുബതു. ബാങ്കിന് ശേഷം നടക്കുന്ന ദിക്ർ അത് ഖുതുബയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ചയെ പറ്റി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, നിങ്ങൾ സ്വലാത്ത് ഉറക്കെ ചെല്ലണം, അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ റസൂൽ വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുന്നവരെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, പള്ളിയിലേക്ക് ആളുകൾ വരുമ്പോൾ പള്ളിയുടെ കവാടത്തിൽ മലക്കുകൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അവർ വരുന്നവരുടെയും വരുന്നവരുടെ പിതാവിന്റെയും പേര് എഴുതി വെക്കും. ഇമാം മിമ്പറിലേക്ക് കയറി കഴിഞ്ഞാൽ അവർ ഏട് മടക്കി വെക്കും. അവർ ദിക്റിനെ ശ്രദ്ധിച്ച് കേൾക്കും. അത് ദിക്ർ എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ്, അതിങ്ങനെ ശ്രദ്ധിച്ചു കേൾക്കും. അത് ദിക്റാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് തന്നെയാണ് ഇമാം നബി റളിയല്ലാഹു അൻഹു ഖുതുബ അറബിയാവണം എന്നതിനൊരു തെളിവ് ശറഹുൽ മുഅദ്ദബിൽ കൊണ്ടുവന്നു. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിച്ച പോലെ നിങ്ങളും നിസ്കരിക്കണം എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ച സമയം അറബിയിൽ ഖുതുബയോദി, അറബിയിൽ നിസ്കരിക്കുന്നു. അതുകൊണ്ട് അറബിയിൽ തന്നെ ഖുതുബയോദി, അറബിയിൽ നിസ്കരിക്കണം എന്നതിന് ഈ ഹദീസ് തെളിവാണെന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു ശറഹുൽ മുഅദ്ദബിൽ രേഖപ്പെടുത്തി വെക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ വന്ന് സ്വഹാബത്ത് പള്ളി നിർമ്മിച്ചപ്പോഴ്, ആ പള്ളികളിൽ വെള്ളിയാഴ്ച ഖുതുബ നിർവഹിച്ചപ്പോഴ് അവരെ മുന്നിലിരിക്കുന്നവർ മലയാളികളാണ്. ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവരാ. അവരാരും പരിഭാഷപ്പെടുത്തിയില്ല. സ്വഹാബത്ത് നിർമ്മിച്ച 12 പള്ളികളിലും അറബി ഭാഷയിലായി ഇന്നും ഖുതുബ നടക്കുന്നത്. നമ്മുടെ ഈ നാട്ടിലും അങ്ങനെ തന്നെയാ. ഒരു സലഫി പള്ളി ഉണ്ടാക്കി, ആ പള്ളി ഉണ്ടാക്കിയിട്ട് അവിടെ വെള്ളിയാഴ്ച ഖുതുബയുടെ സ്ഥാനത്ത് മലയാള കവല പ്രസംഗം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തെറ്റിദ്ധരിച്ചു പോയവരുണ്ടെങ്കിൽ ചിന്തിക്കണം. ഈ പാരമ്പര്യത്തിലൂടെ നടന്നു വരുമ്പോൾ എന്തിനാണ് ഇബാദത്ത് നഷ്ടപ്പെടുത്തിയത്? അപ്പൊ നമ്മൾ ചിന്തിക്കൂ, അല്ല ഇവർക്കൊക്കെ എന്തെങ്കിലും തെളിവുണ്ടാകും, എന്തിനും ഹദീസും ആയത്തും തെളിവ് പറയുന്നവരാണല്ലോ മുജാഹിദുകൾ എന്ന് കേൾക്കുന്നവർ സംശയിക്കും. എന്നാ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു മൗലവിയെ കാണാം. ആ മൗലവി പറയുന്നു, ഈ ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ ഓതണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അതിനെന്താ നമുക്ക് തെളിവ്? ഖുർആനിലും തെളിവില്ല, ഹദീസിലും തെളിവില്ല, നമ്മളെ ബുദ്ധിയോണ്ട് ചിന്തിച്ചിട്ട് കിട്ടിയതാണ്. എന്താ ബുദ്ധി ഉപയോഗിക്കണം? ജുമുഅ ഖുതുബ മലയാളത്തിലല്ല നടത്തല്. ഒരു ഹദീസ് തരീങ്ങൾ ജുമുഅ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്നില്ലേ? ഖുർആൻ ആയത്ത് തരീ. എവിടെ ജുമുഅ ഖുതുബ മലയാളത്തിൽ നടത്തണമെന്ന് കിട്ടിയത്? ബുദ്ധി ഉപയോഗിച്ചതാ. ജുമുഅ ഖുതുബ ഉപദേശമാണ്. ഉപദേശം അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം. എന്താ ഉപയോഗിച്ചത്? മൂടോട് ചിന്തിച്ചാല് താനോട് ചിന്തിച്ചതാ. ബുദ്ധി ഉപയോഗിച്ചു.
എന്നാൽ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകളോട് വിനയത്തോടൊരു ചോദ്യം ചോദിക്കട്ടെ. അതിനു മുമ്പ് നിങ്ങളുടെ പള്ളിയിലും ഞങ്ങളുടെ പള്ളിയിലും ഒരു കാര്യം നടക്കുന്നുണ്ട്. ഖുതുബക്ക് മുമ്പ് ഒരു ബാങ്ക് കൊടുക്കുന്നുണ്ട്. ആ ബാങ്ക് എന്താണ്? പള്ളിയിലേക്കുള്ള സ്വാഗതമാണ്. ഹയ്യാലസ്വലാ എന്ന് പറയുമ്പോഴതിൻ്റെ അർത്ഥം പള്ളിയിലേക്ക് വരൂ എന്നാണ്. ഖുതുബ തിരിയണം എന്ന് ചിന്തിക്കുന്ന ബുദ്ധി കൊണ്ട് ചിന്തിച്ച് നാളെ മുജാഹിദിന്റെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുമ്പോൾ മലയാളത്തിൽ കൊടുക്കണ്ടേ? കാരണം അത് ആളുകൾക്ക് തിരിയണ്ടേ. അപ്പോൾ പള്ളിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ബാങ്ക് മുജാഹിദിന്റെ പള്ളിയിൽ എങ്ങനെയാവണം? നിങ്ങൾ പള്ളിയിലേക്ക് വരൂ എന്നാവണം. പക്ഷെ ഒരു ബാങ്ക് പരിഭാഷപ്പെടുത്താത്ത എന്തുകൊണ്ട് എന്ന് മുജാഹിദിൽ പെട്ടുപോയവരുണ്ടെങ്കിൽ മൗലവിമാരോട് ചോദിച്ചു നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, ഇത് കേവലം രാഷ്ട്രീയത്തിന്റെ വൈജാത്യം പോലെയല്ല. മുജാഹിദും സുന്നിയുമുള്ള തർക്കം ഇസ്ലാമിന്റെ എല്ലാ നല്ല കർമ്മങ്ങളെയും ഇവരില്ലായ്മ ചെയ്തവരാണ്. നാം മനസ്സിലാക്കണം. ഖുതുബ പരിഭാഷന്റെ വിഷയം വന്നു. എവിടെ നിന്നാണ് ഇവർക്ക് ഇത് കിട്ടിയത്? ഈ മൗലവി തന്നെ പറഞ്ഞു, ഖുർആനിൽ തെളിവില്ല, ഹദീസിൽ തെളിവില്ല, ചരിത്രത്തിൽ തെളിവില്ല, അറബിയിൽ തന്നെയാണ് ഓതേണ്ടതെന്നതിന് ഡസൻ കണക്കിന് തെളിവുണ്ട്. അപ്പൊ പിന്നെ നാം മനസ്സിലാക്കണം ഇത് എവിടെ നിന്ന് കിട്ടി? അത് തുർക്കിയിൽ മുസ്തഫ കമാൽ പാഷ എന്ന് പറഞ്ഞ ഇസ്ലാമിക വിരുദ്ധ ഭരണാധിപരുണ്ടായിരുന്നു. അയാൾ വന്നപ്പോൾ അയാൾ ഖുതുബ പരിഭാഷപ്പെടുത്താൻ പറഞ്ഞു. എന്തിന്? തുർക്കി ഭാഷയിലേക്കാക്കാൻ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് അറബി ഭാഷയോടുള്ള വിമുഖത കൊണ്ടാണ്. ലാ യസാലൂന യഖ്റഊനൽ ഖുർആൻ وأذكار الصلاة وخطب الجمعة والعيدين في اللغة العربية إلا ما شدت به الحكومة الكمالية التركية. ഞാൻ വായിച്ചത് തഫ്സീറുൽ മനാർ എന്ന് പറഞ്ഞ മുജാഹിദിന്റെ നേതാവ് റഷീദുർ റിദയുടെ കിതാബാണ്. അതിലയാൾ ഈ കഥ പറയുന്നു. വലാ യസാലൂന യഖ്റഊനൽ ഖുർആൻ, ഖുർആൻ ഓതിക്കൊണ്ടിരുന്നു. വാദ്കാറ സ്വലാത്തി, ദിക്റുകളും അതുപോലെ തന്നെ വെള്ളിയാഴ്ചയിലെ ഖുതുബയും പെരുന്നാളിന്റെ ഖുതുബയും. ഇല്ലാ മശദ്ദത് ബിഹി അൽ ഹുകൂമത്തുൽ കമാലിയത്തു തുർക്കിയ, തുർക്കിയിലെ മുസ്തഫ കമാൽ പാഷ അതിൽ നിന്ന് ഒറ്റപ്പെട്ടു. ഫഅമറൽ ഖുത്തബ, ഖുതബാക്കളോട് കൽപ്പിച്ചു അയഖ്തുബു ബി തുർക്കിയ, തുർക്കി ഭാഷയിൽ ഖുതുബ ഓതാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? വളരെ വെറുപ്പോടുകൂടെ നാട്ടുകാർ അവരെ സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണാം. എന്തിനു വേണ്ടി? തംഹീദൻ ലിസ്വലാത്തി, നിസ്കാരത്തിന്റെ ഭാഷ മാറ്റാനുള്ള ഒരു ചവിട്ടുപടിയായിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് റഷീദുർ റിള മുസ്തഫ കമാൽ പാഷയുടെ കഥ പറഞ്ഞിട്ട് തഫ്സീറുൽ മനാറിൽ പറയുന്നു. ഇതുപോലെ കേരളത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അവർ ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചവരുണ്ടാകും. നിങ്ങൾ മനസ്സിലാക്കണം, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് KM മൗലവിക്ക് ഈ വിഷയത്തിൽ ഒരു പുസ്തകമുണ്ട്. ജുമാ ഖുതുബ എന്നാണ് അതിന്റെ പേര്. ആ പുസ്തകം അദ്ദേഹം എഴുതി. അതിന്റെ അവസാനം അദ്ദേഹം പഞ്ചപുച്ഛമടക്കി ഒരു കാര്യം അംഗീകരിച്ചു. എന്തിനാണ് പുസ്തകം എഴുതിയത്? ഖുതുബ അറബിയല്ലാത്ത ഭാഷയിൽ ഓതാമെന്ന് പറഞ്ഞ് തെളിവെടുത്തിട്ടാണ്. പക്ഷെ ഒരു തെളിവും കിട്ടാതെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഇന്നാലം നജിദ് ഫീ കുതുബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ മിനസ് സ്വഹാബതി വത്താബിഈൻ. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ വലില്ലാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ,
സയ്യിദ് അവർകൾ തിരക്കിനിടയിലും നമ്മ അനുഗ്രഹിക്കാനെത്തി. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞാൻ എൻ്റെ വിഷയം പറഞ്ഞ് പൂർത്തീകരിച്ച് ഇൻഷാ അല്ലാഹ് തങ്ങളവർകൾ നമ്മുടെ സദസ്സിന് തങ്ങളെ ഇരുത്തി പറയാൻ വേണ്ടി, പക്ഷെ ആ പൊരുത്തത്തിൽ പറഞ്ഞോന്ന് പറഞ്ഞത് കൊണ്ട് പറയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, പറഞ്ഞു വന്ന വിഷയം KM മൗലവി അദ്ദേഹത്തിന്റെ ജുമാ ഖുത്ബയിൽ പറഞ്ഞു, ഒരു തെളിവും ഇതിലില്ല. ലാകിൻ ഹാഹുനാ ശൈഉൻ യംബഗി ഇൽതിഫാതു ഇലൈഹി. ശ്രദ്ധിക്കേണ്ട ഒരു വിഷയ, ഇന്നാ ലം നജിദ് ഫീ കുതുബിൻ മിനൽ കുതുബി അന്ന സലഫ സ്വാലിഹ മിന സ്വഹാബത്തി വത്താബിഈൻ. സ്വഹാബത്തും താബിഈങ്ങളും അനറബി നാടുകളിൽ ചെന്ന് വിശുദ്ധ ദീനിന്റെ പ്രബോധന പ്രവർത്തനം നടത്തിയപ്പോൾ അറബിയേതര ഭാഷയിൽ ഖുത്ബ ഓതിയതിന് ഒരു തെളിവും എത്തിച്ചിട്ടില്ല. എന്നിട്ട് അങ്ങനെ തെളിവില്ലാത്തൊരു കാര്യം മുജാഹിദീങ്ങൾ ചെയ്തു. അതിന് നേരത്തെ ഞാൻ മൗലവിന്റെ ക്ലിപ്പിട്ടു. അതിലാ മൗലവി പറഞ്ഞ് നിങ്ങൾ കേട്ടു, ബുദ്ധി കൊണ്ട് ആലോചിച്ചതാ. ഇപ്പൊ മുജാഹിദീങ്ങളുടെ ഖുത്ബയുടെ അവസ്ഥ എന്താന്ന് വേറെ മൗലവി പറയുന്നുണ്ട്. നമ്മൾ പള്ളിയിൽ പരിഭാഷപ്പെടുത്തിയിട്ട് ഇപ്പൊ അതിന്റെ ഒരു ദുരവസ്ഥ ഒരു മൗലവി വിശദീകരിച്ചിട്ട് ആ മൗലവി തന്നെ പറയാണ്, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നബാത്തി ഖുത്ബന്റെ പോരായിരുന്നോ എന്നൊരു മൗലവി ചോദിക്കുന്നുണ്ട്. നിങ്ങൾ നോക്ക്, ജുമഅന്റെ കാര്യം. ജുമഅക്ക് എപ്പോഴാ വരിക? ഒട്ടകത്ത് അറുത്തോടുത്ത കൂലി, പശുവിന് അറുത്തോടുത്ത കൂലി ഒക്കെ പറയും. പക്ഷേ പിന്നെ ഇമാമ് ഖുത്ബക്ക് കയറുമ്പോ വയസ്സന്നായിന്റെ തൊള്ളിക്ക് നോക്കിയ മാതിരി അവിടെ ഇവിടെയോ 4 ആളുണ്ടാവും. ആ മൂലക്ക് ഒരാൾ ഇവിടെ, ഒരാള്, 2 ആള് ഇവിടെ ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ വരും വലിയ മുജാഹിദീങ്ങള്. ഖുത്ബ പകുതിയായി, ഖുത്ബ തീരാ 2ാം ഖുത്ബയായി, ഇങ്ങനെ തീരാറാവുമ്പോ ഇങ്ങനെ കയറി വരും. എന്താ അതുകൊണ്ട് കാര്യം? വന്നാൽ തന്നെ എന്താ സ്ഥിതി? ഇരുന്ന് ഉറങ്ങാനായിട്ട് നീയത്താക്കി വല്ല ഇങ്ങനെ എത്തിയിരിക്കും. ഇങ്ങനെ പറയാൻ പാടില്ല. പറഞ്ഞ ഓ ഞാൻ ഇവിടുത്തെ വലിയ ആളല്ലേ, മൗലവി കുത്തുബിയിൽ ഉണർത്തി, ഭയങ്കര മനസ്സിലായിരിക്കും. എന്റെ മുമ്പിൽ ഉറങ്ങി ഏത് മൗലവി ആചാരാനും വേണ്ട ഞാൻ ഉണർത്താം. അത് ഖുത്ബനെ അവഹേളിക്കലല്ലേ? അത് മിമ്പറമ്മ കയറിയവൻ ആരാകട്ടെ ജുമഅക്ക് നേരത്തെ വരൂല്ല, വന്നാ ഉറങ്ങും ചെയ്യാ. എന്താ പിന്നെ അവസ്ഥ നമ്മൾ ആളുകൾ? എന്നിട്ടാണ് ചോദിക്കുന്നത്, ഇങ്ങനെയാണെങ്കിൽ നബാത്തി ഖുത്ബ ഓതിയാ പോരായിരുന്നോ? അതല്ലേ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഇങ്ങനെയൊരു പരിഭാഷയുടെ വാദമായി വന്നപ്പോൾ ശക്തമായി അതിനെതിർത്തു. ഇത് റസൂലുള്ളാഹിയുടെ ജീവിതത്തിൽ ഇല്ലാത്തതാണ്, കേരളത്തിൽ സ്വഹാബത്ത് പഠിപ്പിക്കാത്തതാണ്, പാരമ്പര്യത്തിന്റെ തെളിവില്ലാത്തതാണെന്ന് വ്യക്തമായി അവർ രേഖപ്പെടുത്തി. ഇതുപോലെ ഏത് നല്ല കാര്യവും മുജാഹിദീങ്ങൾ അതിനെയൊക്കെ വിമർശിക്കും. ഒരൊറ്റ ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരാൾ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെട്ടാൽ നമ്മൾ എന്തു ചെയ്യും? ആ വീട്ടിലേക്ക് പോകും. ആ വീട്ടിൽ ചെന്ന് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യും, ഖുർആൻ ഓതും, ആ ഖുർആൻ പാരായണം ചെയ്യും, ഫാത്തിഹ വിളിക്കും. അവിടെ ഒരു സയ്യിദ് ഉണ്ടെങ്കിൽ ആ സയ്യിദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ പണ്ഡിതൻ ദുആ ചെയ്യും. ഇങ്ങനെ ഒരു പതിവ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. മുജാഹിദ് വന്നിട്ട് എന്ത് ചെയ്തു? ഒരു ഖുർആൻ ഓതുന്ന മരിച്ച വീട്ടിൽ ഖുർആൻ ഓതാൻ വേണ്ടി തുടങ്ങി. അൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ അപ്പം മൗലവിമാർ ഇറങ്ങിപ്പോകും, മുജാഹിദ് ഇറങ്ങിപ്പോകും. നമ്മളവിടെ കൂടിയിരുന്ന അൽ ഫാത്തിഹ എന്ന ഒരു പദം കേൾക്കുമ്പോൾ വീടിന്റെ ഉള്ളറകളിൽ നിന്ന് ഉമ്മമാര് ഖുർആൻ പാരായണം തുടങ്ങും, സഹോദരങ്ങൾ ഖുർആൻ പാരായണം തുടങ്ങും. ഓതുന്നത് അല്ലാഹുവിന്റെ കലാമല്ലേ? എവിടെന്നാണ് നമ്മൾക്ക് ഈ പാരമ്പര്യം കിട്ടിയത്? കാനത്തിൽ അൻസാറു യഖറഊന ഇൻദൽ മയ്യിതി സൂറത്തുൽ ബഖറ. അല്ലാഹുവിന്റെ റസൂലിന്റെ അൻസാരികളായ സ്വഹാബത്ത് മയ്യത്തിന്റെ അടുക്കൽ വെച്ച് സൂറത്തുൽ ബഖറ പാരായണം ചെയ്യും. മാത്രമല്ല അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇഖ്റഉ അലാ മൗതാകും സൂറത്ത് യാസീൻ. നിങ്ങൾ മരണപ്പെട്ടവർക്ക് സൂറത്ത് യാസീൻ ഓതണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്നു. തീർന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ജലാൽ റളിയല്ലാഹു അൻഹു മരണമാസന്നമായപ്പോൾ മകനെ വിളിച്ചിട്ടൊരു വസിയ്യത്ത് പറയുന്നു, മോനെ ഇദാ വദഅതനി ഫീ ലഹദി, എന്നെ ഖബറിൽ കൊണ്ടുപോയി വച്ചാൽ ഫസുന്ന അലയ്യ തുറാബ സുന്ന, മണ്ണ് വാരിയിടണം. ثم اقرأ عند رأسي بفاتحة البقرة وخاتمتها وإني سمعت رسول الله صلى الله عليه وسلم يقول ذلك. മോനെ ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ മണ്ണ് വാരിയിട്ടാൽ
നീ എന്റെ കബറിന്റെ അടുക്കൽ നിന്ന് സൂറത്തുൽ ബഖറ തുടക്കം മുതൽ ഒടുക്കം വരെ ഓതണം എന്ന് പറഞ്ഞ് സ്വഹാബിയായ അബ്ദുറഹ്മാൻ ഇബ്നു അലാ ഇബ്നു ജലാൽ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഇന്നി സമീഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാലിക, അല്ലാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മരിച്ച വീട്ടിൽ സൂറത്ത് യാസീൻ ഓതാൻ, ഖുർആൻ ഓതാൻ അള്ളാന്റെ റസൂല് പഠിപ്പിക്കുന്നു, സ്വഹാബത്ത് ചെയ്യുന്നു, താബീങ്ങൾ ചെയ്യുന്നു, കേരളത്തിൽ ദീന് കൊണ്ടുവന്ന സ്വഹാബത്ത് അനുഷ്ഠിക്കുന്നു. ആ അനുഷ്ഠാനത്തിന് ചരിത്രത്തിന്റെ താളുകളിൽ കാണാം. അതിന് മുഅ്മിനീങ്ങൾ തുടർന്ന് വരുന്നു. 21 ശേഷം മുജാഹിദ് വന്നു, അതിനെ നിഷേധിച്ചു എന്ന് മാത്രമല്ല, ഒരു മൗലവി പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. ഒരു മരിച്ച വീട്ടിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടി ഖുർആനോദി, അതിനെപ്പറ്റി ഒരു മൗലവി പറയാണ്, ആ ഖുർആനോത്താണോ മാതൃഭൂമി വായിക്കലാണോ നല്ലത് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും മാതൃഭൂമി വായിക്കലാണ്. ഈ അബ്ദുൽ ലത്തീഫ് കരിമ്പില സാധനത്തിന് കേട്ടില്ല, അതാ കരുമ്പുലാക്കൽ എന്ന് പറഞ്ഞത്. മറുഭാഗം ഇദ്ദേഹത്തിന്റെ ശത്രുപക്ഷത്തുള്ള മുജാഹിദിൽ ഇപ്പോൾ 10 വിഭാഗമുണ്ട്. വിരലിൽ കൈകൊണ്ട് എണ്ണാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള വിഭാഗങ്ങളുണ്ട്. അതിലൊരു വിഭാഗത്തിന്റെ നേതാവാണ് കരുമ്പുലാക്കൽ. അദ്ദേഹത്തെ പറ്റി പറഞ്ഞിട്ടാണ് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് സുലൈമാൻ സക്കാഫി ഒരു വീട്ടിൽ വെച്ചിട്ട് ഒരു ചെറിയ ഡയലോഗ് നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കുറച്ചു മുമ്പ്. അപ്പോ അലവി സക്കാഫിന്റെ ചോദ്യം എന്താ ചോദ്യം എന്നറിയോ? ചോദ്യതാണ്, ഒരു മരിച്ച വീട്ടിൽ ഖുർആൻ വായിക്കലാണോ നല്ലത്, മാതൃഭൂമി, മലയാള മനോരമ, മാധ്യമം പോലെയുള്ള പത്രങ്ങൾ വായിക്കലാണോ നല്ലത്? അപ്പോ വിവരല്ലേലോ. അതുകൊണ്ട് മൂപ്പര മറുപടി എന്തറിയോ? ഖുർആൻ വായിക്കലാണ് നല്ലത്. അച്ചോദ്യം എന്നോടാണ്, ഞാൻ എന്താ പറയോ, മാതൃഭൂമി വായിക്കലാണ് നല്ലത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, റസൂലിന്റെ സ്വഹാബത്ത് മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നു. മുത്തുനബി പറഞ്ഞു, ഇഖ്റഉ അലാ മൗതാക്കും സൂറത്ത് യാസീൻ, മരിച്ചവർക്ക് സൂറത്ത് യാസീൻ ഓതണം. മാത്രമല്ല, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന് ഈ വിഷയത്തിൽ ഒരു കിതാബുണ്ട്. ആ കിതാബിൽ സർവ്വ തെളിവും ഉദ്ധരിച്ചതിനു ശേഷം അവിടെ നിന്ന് അവസാനം ഒരു തെളിവ് പറയുന്നു, വബി അന്നൽ മുസ്ലിമീന മഅസാലു ഫീ കുല്ലി മസ്രിൻ വഅസ്രിൻ യഖറഊനൽ ഖുർആൻ من غير نكير فصار ذلك إجماعا. മാത്രമല്ല, എല്ലാ തെളിവും പറഞ്ഞിട്ട് പറഞ്ഞു, മാത്രമല്ല വബി അന്നൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ മാസാലു ഫീ കുല്ലി മസ്രിൻ വഅസ്രിൻ, എല്ലാ കാലത്തും പട്ടണങ്ങളിലും യജ്തമിഊന, അവർ ഒരുമിച്ച് കൂടും, വയഖറഊന, അവർ ഖുർആൻ ഓതും, മിൻ ഗൈരി നകീരിൻ, ഒരാളും വിമർശിച്ചിട്ടില്ല. അതുകൊണ്ട് ഫസ്വാറ ദാലിക ഇജ്മാഅ, അത് മുസ്ലിമീങ്ങളുടെ ഏകോപന അഭിപ്രായമാണ്. അല്ലാഹുവിന്റെ റസൂൽ മുതൽ സ്വഹാബത്ത് മുതൽ ഇക്കാലം വരെ തുറന്നു വരുന്ന ഒരു നല്ല കർമ്മത്തെ പറ്റി ഒരു മൗലവി പറഞ്ഞത് കണ്ടോ? അതിനേക്കാൾ നല്ലത് പത്രം വായിക്കലാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ചുരുക്കുകയാണ്. ഇനി ഏത് കാര്യവും നമ്മൾ ആലോചിക്കണം. ഏത് വിഷയമെടുത്താലും അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്തുനബിയുടെ മൗലിദ്, ആ മുത്തുനബിയുടെ മാസം വരുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലിദ് നമ്മളോതും. മീലാദാഘോഷ പരിപാടി നമ്മൾ നടത്തും. പക്ഷെ ആ മീലാദാഘോഷ പരിപാടി നടത്തുമ്പോൾ അതിനെ മുജാഹിദീങ്ങൾ എതിർക്കും, മുജാഹിദീങ്ങൾ അതിനെ വിമർശിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം, ഒരു നേതാവിന്റെ മദ്ഹ് പറയുന്നത് എങ്ങനെയാ തെറ്റാകുന്നത്? ഒരു നേതാവ് ജനിച്ച വർഷം, ജനിച്ച മാസം, ആ നേതാവിന്റെ അനുയായികൾ ഒരുമിച്ച് കൂടുന്നു, ആ നേതാവിനെ പറ്റി പറയുന്നു. ഇതെങ്ങനെ തെറ്റാവും? ഒരു മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് പറയാൻ പറ്റുമോ? ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ നിഷേധിക്കാൻ പറ്റുമോ? ഇതിന് മതത്തിന്റെ അതിർവരമ്പില്ലാതെ എല്ലാ മതത്തിലും മതാചാര്യന്മാരെ ബഹുമാനിക്കലും ആദരിക്കലും ജനിച്ച ദിവസം പവിത്രതയോടെ കാണലുമുണ്ട്. ഞാൻ നിർത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, തങ്ങൾക്ക് പോവാനുണ്ട്, അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഈ നബിദിനത്തിന് വരെ ഇതേ രൂപത്തിൽ മുജാഹിദീങ്ങൾ എതിർത്തും അതിനെല്ലാ നല്ല കാര്യങ്ങളെയും ഇല്ലായ്മ ചെയ്തു. ഞാൻ എൻ്റെ പ്രസംഗം ചുരുക്കുന്നു. മാലയും മൗലിദും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഖൈറായ സർവ്വ വിഷയങ്ങൾക്കും ഇവർ എതിരായി എല്ലാ നന്മകളെയും നഷ്ടപ്പെടുത്തി. അങ്ങനെ സമൂഹത്തിൻ്റെ ആത്മീയത നഷ്ടപ്പെടുത്തി. ഒന്നരായ സയ്യിദ് ഇബ്രാഹിമുൽ
ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ നമുക്ക് വലിയ ഒരു അഭയമാണ്. ഞാൻ ഈ ആദർശ പ്രസംഗം തുടങ്ങിയ ദിവസം എനിക്ക് വല്ലാത്തൊരു പൊരുത്തം കിട്ടി. തങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടു. എനിക്കെല്ലാം ബേജാറുണ്ടായിരുന്നു. ഞാൻ തങ്ങൾ കാറിൽ കയറുന്നവരെ കാത്തിരുന്ന് തങ്ങൾ നല്ലൊന്ന് മന്ത്രിച്ചു. അതിന് വലിയ ഫലം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. അള്ളാഹു ആഫിയത്തും ഇസ്സത്തുമുള്ള ദീർഘായുസ് മഹാനുഭാവൻ അള്ളാഹു നൽകുമാറാവട്ടെ. ഈ തണൽ നമുക്ക് ദീർഘകാലം അള്ളാഹു നിലനിർത്തി തരട്ടെ. അല്പമൊക്കെ ക്ഷീണം കാണുമ്പോൾ വല്ലാത്ത വേദനയുണ്ട്. റഹ്മാനായ റബ്ബേ, ആഫിയത്തുള്ള ദീർഘായുസ് നീ കൊടുക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് വേദനിക്കുമ്പോൾ ചെല്ലാനുള്ള അഭയങ്ങളാണ് റഹ്മാനെ. നീ എല്ലാ നിലക്കുള്ള ആഫിയത്തും കൊടുക്കണം റഹ്മാനെ. മഅ്ദിനു സഖാഫത്തുൽ ഇസ്ലാമി എന്നൊരു വലിയ ഒരു വൈജ്ഞാനിക കലാലയം, ഒരത്ഭുതമാണ്. അവിടെ ചെന്നാൽ നമ്മളൊക്കെ മഅ്ദിനിൽ പോവണം. പോയാൽ ഓരോ പോക്കിലും അത്ഭുതത്തോടെ തിരിച്ചു വരാൻ കഴിയൂ. സയ്യിദ് അവർകളുടെ ത്യാഗപൂർണ്ണ പ്രവർത്തനം ഒരു വളരെ അത്ഭുതകരമായിട്ട് ആ സ്ഥാപനം വളർന്ന് വലുതായി. നമുക്ക് ഇസ്സത്താണ്, അഭിമാനമാണ്. അള്ളാഹു എല്ലാ ഇസ്സത്തും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. തങ്ങൾക്ക് തിരക്കുള്ളത് കൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.